വചനിപ്പ് കാലത്തിലെ 7-ാമത്തെ ഞായറാഴ്ച വിശുദ്ധ യൗസേപ്പിനുണ്ടായ ദർശനം. പ്രേക്ഷിതയായ തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന് പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്നെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോ. പരിശുദ്ധ തൃത്വത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ഉടമ്പടി വാഗ്ദാനം പൂർത്തീകരിക്കാനും ദാവീദിൻ്റെ രാജവംശം എന്നേക്കുമായി പുനഃസ്ഥാപിക്കാനുമാണ് ഇസ്രായേൽ കാത്തിരുന്ന രക്ഷകനായ മെശിഹ മനുഷ്യാവതാരം ചെയ്യുന്നത്. പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് യേശുവിനായി ഒരുക്കുന്നു. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്താൻ യേശു വരുന്നു. യേശുവിൻ്റെ രാജ്യത്തിന് അവസാനമില്ല. 132-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. ദാവീദിനോട് കർത്താവ് ഒരു ശപഥം ചെയ്തു, അവിടുന്ന് പിന്മാറുകയില്ല. നിന്റെ മക്കളിൽ ഒരുവനെ നിന്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനാക്കും. ജോസഫ് ദാവീദിൻ്റെ തലമുറയിൽപ്പെട്ടവനായിരുന്നു. ജോസഫിൻ്റെ ഭാര്യ മറിയത്തിൽ നിന്നാണ് യേശു ജനിച്ചത്. ജോസഫ് യേശുവിൻ്റെ വളർത്തുപിതാവാണ്. ജീവശാസ്ത്രപ്രകാരം യേശുവിൻ്റെ പിതാവല്ല. പുരുഷനും സ്ത്രീയും ഭർത്താവും ഭാര്യയുമായി തീരുന്നതിൻ്റെ ആദ്യ പടിയാണ് വിവാഹ നിശ്ചയം. വിവാഹ നിശ്ചയത്തിനും ദമ്പതികളുടെ സഹവാസത്തിനുമിടയിൽ 1 വർഷം വരെ കാലാവധി ഉണ്ടായിരുന്നു. വിവാഹ നിശ്ചയം നടത്തിയവർ നിയമപരമായി ഭാര്യാഭർത്താക്കന്മാർ തന്നെയാണ്. വിവാഹ നിശ്ചയ ഉടമ്പടിയിൽ നിന്നുള്ള മോചനം പങ്കാളിയുടെ മരണമോ വിവാഹമോചനമോ മൂലമേ സാധ്യമാകൂ. നിയമാവർത്തന പുസ്തകം 24-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. സഹവാസത്തിന് മുൻപുള്ള ഈ കാലഘട്ടത്തിലെ അവിശ്വസ്തതയെ വധശിക്ഷ അർഹിക്കുന്ന വ്യഭിചാരമായാണ് കണക്കാക്കിയിരുന്നത്. നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. കന്യക മറിയം ഗർഭം ധരിച്ചത് മറിയവും ജോസഫും തമ്മിൽ സഹവസിക്കുന്നതിന് മുൻപാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാം തിരുവചനവും 20-ാം തിരുവചനവും ഇതിന് ഉത്തരം നൽകുന്നുണ്ട്. മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. യെശയ്യാ പ്രവാചകന്റെ പ്രവചനം കർത്താവിൻ്റെ ദൂതൻ വെളിപ്പെടുത്തുന്നു, സ്ഥിരീകരിക്കുന്നു.
മനുഷ്യബുദ്ധിക്ക് അതീതമായ മറിയത്തിൻ്റെ കന്യകാമാതൃത്വത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയതും സ്ഥിരീകരിച്ചതും ദൈവത്തിൻ്റെ പ്രവാചകനും കർത്താവിൻ്റെ ദൂതനുമാണ്. യെശയ്യാ പ്രവാചനം 7-ാം അധ്യായം 14-ാം തിരുവചനം, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. എമ്മാനുവേൽ എന്ന പദം മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ അന്തസത്തയെ പൂർണ്ണമായി വെളിപ്പെടുത്തുന്നതാണ്. ഇതിനർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നാണ്. ദൈവം മനുഷ്യനോടൊത്ത് സഹവസിക്കുവാനായിട്ടാണ് മനുഷ്യാവതാരം ചെയ്തത്, മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്. മുൾപ്പടർപ്പിൽ വെച്ച് മോശയോട് സംസാരിക്കുന്ന ദൈവം അടുത്തു വരരുത് എന്ന് കൽപ്പിക്കുന്നു. ദൈവിക പ്രകാശം കണ്ട് മോശ മുഖം മറയ്ക്കുന്നു. ദൈവത്തിന് നേരെ നോക്കുവാൻ മോശയ്ക്ക് ഭയമായിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 5-ഉം 6-ഉം തിരുവചനങ്ങൾ. അടുത്തു വന്ന് ഭയം മാറ്റി മുഖം മറച്ചവനോട് മുഖാഭിമുഖമായി സംസാരിക്കുന്ന മനുഷ്യപുത്രനായ ദൈവം, ദൈവപുത്രനായ യേശു മനുഷ്യരുടെ ഇടയിലുള്ള ദൈവ സാന്നിധ്യമാണ്. ദൈവം കൂടെ വസിക്കുന്ന അനുഭവം നിരന്തരം അനുഭവിച്ചറിഞ്ഞവരാണ് പഴയ നിയമ ജനത. മേഘമായി, ദീപസ്തംഭമായി, വാഗ്ദാന പേടകമായി, സമാഗമ കൂടാരമായി, മന്നയായി, കാടപ്പക്ഷിയായി, മരുഭൂമിയിലെ ജലമായി ദൈവം ഇസ്രായേലിനോട് കൂടെ വസിച്ചു. ജെറുസലേം ദേവാലയത്തിലെ ദൈവ സാന്നിധ്യ അനുഭവത്തിനായി ഇസ്രായേലിയർ വർഷത്തിൽ 3 പ്രാവശ്യം ജെറുസലേം തീർത്ഥാടനം നടത്തിയിരുന്നു. വിപ്രവാസകാലത്തും ദൈവിക സാന്നിധ്യം അവർ അനുഭവിച്ചു. ദൈവം തൻ്റെ സാന്നിധ്യം നൽകി പിന്തുടർന്ന് ശക്തിപ്പെടുത്തി നയിച്ച സമൂഹമാണ് ഇസ്രായേൽ. ദൈവിക സാന്നിധ്യത്തിൻ്റെ മൂർത്ത രൂപമാണ് മനുഷ്യാവതാരം ചെയ്ത മെശിഹ യേശു. ഇതാ യുഗാന്തം വരെ എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന യേശു സാന്നിധ്യത്തിൻ്റെ ഉറപ്പ് തിരുസഭയിലൂടെയും തിരുവചനത്തിലൂടെയും ദിവ്യകാരുണ്യത്തിലൂടെയും കഷ്ടപ്പെടുന്ന ജനതയിലൂടെയും ഇന്നും തുടരുന്നു. ഭർത്താവായ ജോസഫിന് സുവിശേഷം ചാർത്തിയിരിക്കുന്ന പേര് നീതിമാൻ എന്നാണ്. ജോസഫിൻ്റെ തൊഴിൽ മരപ്പണിയായിരുന്നു. മത്തായി സുവിശേഷം അനുസരിച്ച് ജോസഫിൻ്റെ പിതാവ് യാക്കോബാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 16-ാം തിരുവചനം. വിവാഹത്തിൻ്റെ 1-ാം ഘട്ടമായ വിവാഹ നിശ്ചയം പൂർത്തിയാക്കിയ മറിയം ഗർഭിണിയാണെന്ന് അറിഞ്ഞ ജോസഫ് അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. തൻ്റെ ഭാര്യ പൊതുജന സമക്ഷം അപമാനിതയാകരുത് എന്ന ചിന്ത ജോസഫിൻ്റെ നീതിബോധമാണ്. ഭാര്യ ഭർത്തൃബന്ധത്തിൽ പങ്കാളികളിൽ ആര് അപമാനിതയായാലും യഥാർത്ഥത്തിൽ അപമാനിതരാകുന്നത് ഇരുവരുമാണ്. തൻ്റെ പങ്കാളിയായ മറിയത്തെ പൊതുജന സമക്ഷം അപമാനിക്കാതെ രഹസ്യമായി ഉപേക്ഷിക്കണമെന്ന ചിന്ത മോശയുടെ നിയമപ്രകാരമുള്ളതും ജോസഫിൻ്റെ മോശിക നിയമ നിഷ്ഠയിൽ അധിഷ്ഠിതവുമാണ്. മോശിക നിയമം അനുഷ്ഠിക്കുന്നതിനുള്ള കാർക്കശ്യ മനോഭാവം ജോസഫിനെ നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുവാൻ കാരണമാകുന്നുണ്ട്. വിവാഹത്തിൻ്റെ 2-ാം ഘട്ടമായ വധുവിൻ്റെ ഗൃഹപ്രവേശത്തിന് മുമ്പ് അഥവാ ഭാര്യ ഭർത്തൃ സഹവാസത്തിനു മുൻപ് കന്യക ഗർഭിണിയായി കാണപ്പെട്ടതുകൊണ്ടാണ് ജോസഫ് മോശയിക നിയമപ്രകാരം വിവാഹമോചനം ആഗ്രഹിക്കുന്നത്. നിയമത്തിൻ്റെ പരിരക്ഷ നിലനിൽക്കുമ്പോഴും മറ്റൊരുവളെ അപമാനിതയാക്കരുത് എന്ന ഉയർന്ന നീതിബോധം ജോസഫിലുണ്ട്. നിയമം തനിക്ക് അനുകൂലമായിരിക്കുമ്പോഴും കുടുംബജീവിതത്തിൻ്റെ സങ്കീർണതയിൽ
ജോസഫ് ദൈവത്തിൻ്റെ ആലോചന തേടുന്നു. വിവാഹവും കുടുംബവും ദൈവിക പദ്ധതിയാണ്. എത്ര സങ്കീർണമായ പ്രശ്നങ്ങളിലും ആദ്യം ആലോചന തേടേണ്ടത് ദൈവത്തോടാണ്. വിവാഹം വേർപെടുന്നിടത്ത് കുടുംബവും കൂട്ടായ്മയും സമൂഹവും തകരുന്നു. സാധുവായ കൗദാശിക വിവാഹം വേർപെടുത്തുന്നത് ദൈവിക പദ്ധതിക്ക് വിരുദ്ധമാണ്. ദൈവിക വെളിപാടിന് മുൻപ് കന്യകയുടെ ഗർഭധാരണത്തെ മാനുഷിക തലത്തിലാണ് ജോസഫ് തിരിച്ചറിയുന്നത്. ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവിക ആലോചന തേടുന്നത് വഴി ദൈവിക ഉൾക്കാഴ്ചകൾ, വെളിപ്പെടുത്തലുകൾ ദൈവം നമുക്ക് നൽകും. ദൈവിക ആലോചന തേടുന്നതിനും വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കുന്നതിനും നമ്മൾ ദൈവത്തോട് സഹകരിക്കണം. നമുക്ക് ദൈവത്തോടുള്ള സഹകരണം നിർവചിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതമാണ്. മാനുഷികമായ വിധത്തിൽ ഗർഭിണിയായ കന്യകയെ ഭാര്യയായി സ്വീകരിക്കുക എന്നത് അപവാദമാണ്. പ്രതിശ്രുത ഭാര്യ ഗർഭവതിയാണെന്നറിഞ്ഞപ്പോൾ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു, അഥവാ അവളെ അപമാനിതയാക്കാതിരിക്കുവാൻ തീരുമാനിച്ചു എന്നത് ഉയർന്ന ദൈവബോധമാണ്. മരപ്പണിക്കാരൻ്റെ വിവേകവും ഉയർന്ന ദൈവബോധവും ആധുനിക സങ്കല്പങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്നതാണ്. നിയമത്തിൻ്റെ നീതിബോധത്തേക്കാൾ ജോസഫിനെ നയിക്കുന്നത് കരുണയുടെ ദൈവബോധമാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും അപമാനിക്കാത്തതാണ് ജോസഫിൻ്റെ നീതിബോധം. കന്യകയുടെ ഗർഭധാരണം വ്യഭിചാരക്കുറ്റമായി വിധിക്കപ്പെട്ട് കല്ലെറിഞ്ഞു കൊല്ലണമെന്ന ശിക്ഷണ നടപടി നിലനിൽക്കുമ്പോഴാണ് എൻ്റെ ഭാര്യ അപമാനിതയാകരുത് എന്ന ജോസഫിൻ്റെ നിശ്ചയദാർഢ്യം. ദൈവിക കൂടിയാലോചന ആരും ആരെയും അപമാനിതരാക്കുവാൻ അനുവദിക്കുന്നില്ല. വിധിക്കരുത്, എന്തെന്നാൽ നീയും വിധിക്കപ്പെടുകയില്ല. വിധി യഥാർത്ഥത്തിൽ ദൈവത്തിനുള്ളതാണ്. ദൈവിക ഉൾക്കാഴ്ച മനുഷ്യൻ്റെ തെറ്റിദ്ധാരണകളെ മാറ്റും, വിവേകം ഉദിപ്പിക്കും, പരസ്പര സാഹോദര്യത്തിൻ്റെ ഭാഷ നൽകും, അപമാനം എടുത്തുകളയും, ഉയർന്ന നീതിബോധത്തിലേക്കും ദൈവഹിത അനുഷ്ഠാനത്തിലേക്കും നമ്മെ നയിക്കും. ദൈവിക കൂടിയാലോചന ദൈവഹിത അന്വേഷണമാണ്. പ്രശ്നപരിഹാരത്തിന് ദൈവിക ഇടപെടൽ തേടുകയാണ്. പരാജയമോ വിജയമോ ഭരിക്കാത്ത ദൈവനീതിയുടെ അനുവർത്തനമാണത്. ദൈവിക കൂടിയാലോചന ദൈവമനുഷ്യ സംസർഗത്തിൻ്റെ ഉദാത്ത മാതൃകയാണ്. പ്രശ്നങ്ങളിൽ മാനുഷിക കൂടിയാലോചനകൾക്കു മേലെ ദൈവിക കൂടിയാലോചന തേടുന്നതാണ് ദൈവഭക്തി മാർഗം. ദൈവിക വെളിപ്പെടുത്തലിൻ്റെ ഒരു ഉപാധിയായിരുന്നു സ്വപ്നം. സോളമന് ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. യാക്കോബിന് സ്വപ്നത്തിൽ ദൈവദർശനമുണ്ടായി. അബ്രാഹത്തിന് സ്വപ്നദർശനമുണ്ടായി. അബിമലേക്കിന് ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. യാക്കോബിനെ ദ്രോഹിക്കരുത് എന്ന് ദൈവം ലാബാനോട് സ്വപ്നത്തിൽ പറഞ്ഞു. ആടുകളുടെ സംഖ്യ വർദ്ധിപ്പിക്കുന്ന ഉപായം യാക്കോബിന് വെളിപ്പെടുത്തുന്നത് സ്വപ്നത്തിലാണ്. പഴയ നിയമ ജോസഫിൻ്റെ കഥയിൽ പ്രതീകാത്മക അർത്ഥങ്ങളുള്ള സ്വപ്നങ്ങളുണ്ട്. മിദിയാൻകാരൻ്റെ സ്വപ്നം ഗിദയോൻ മിദിയാൻകാരെ നശിപ്പിക്കുമെന്നതിൻ്റെ സൂചനയായിരുന്നു. നെബൂഖദ്നേസറിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പ്രവാചകന്മാർക്ക് കർത്താവ് സ്വപ്നത്തിൽ ദർശനങ്ങൾ നൽകുന്നു. ജോയേൽ പ്രവാചകൻ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങളും യുവാക്കൾക്ക് ദർശനങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എലീഫാസ് സ്വപ്നത്തിലാണ് ജോബിൻ്റെ വേദനയെക്കുറിച്ച് അറിയുന്നത്. ദൈവം അയക്കുന്ന സ്വപ്നങ്ങൾ ജോബിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ദൈവം സ്വപ്നത്തിൽ സംസാരിക്കുന്നുവെന്ന് ഏലീഹു പറയുന്നു.
യൂദാസ് തനിക്കുണ്ടായ സ്വപ്നത്തിൽ പ്രധാന പുരോഹിതനായ ഓനിയാസിനെയും പ്രവാചകനായ ജെറമിയായെയും കാണുന്നുണ്ട്. ഈജിപ്തുകാർ തങ്ങളുടെ മേൽ നിപതിക്കുവാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച് ഭീകര സ്വപ്നങ്ങൾ കാണുന്നു. വ്യാജ പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വ്യാജമാണ്. ആകുലതയേറുമ്പോഴാണ് ദുസ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് സഭാപ്രസംഗൻ പറയുന്നു. സ്വപ്നങ്ങളിലെല്ലാം ദൈവം സംസാരിക്കുന്നുവെന്ന് പഴയ നിയമം അർത്ഥമാക്കുന്നില്ല. സ്വപ്നത്തിലൂടെയും ദൈവിക പദ്ധതി വെളിവാക്കപ്പെടുന്നുണ്ട്. ജോസഫിൻ്റെ ദൈവിക കൂടിയാലോചന ദൈവിക പദ്ധതിയുടെ വെളിപ്പെടുത്തലിന് സ്വപ്നത്തെ മാർഗമാക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ ജോസഫിന് പ്രത്യക്ഷനായി മറിയം ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് അറിയിച്ചു. ദാവീദിൻ്റെ വംശത്തിൽ നിന്നുള്ള രക്ഷകൻ്റെ വരവിനെ ദ്യോതിപ്പിക്കാനാണ് ദാവീദിൻ്റെ പുത്രനായ ജോസഫ് എന്ന ദൂതൻ അഭിസംബോധന ചെയ്യുന്നത്. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട എന്നതിനർത്ഥം ജോസഫ് മെശിഹായുടെ വളർത്തുപിതാവായി തുടരണമെന്ന ദൗത്യം പരമേൽപ്പിക്കുകയാണ്. മറിയം പ്രസവിക്കുന്നത് ഒരു പുത്രനെ ആണെന്നും യേശു എന്നാണ് പേരിടേണ്ടതെന്നും ദൂതൻ സന്ദേശം നൽകുന്നു. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന പ്രസ്താവന യേശുവിൻ്റെ ദൗത്യത്തെ ദ്യോതിപ്പിക്കുന്നു. യേശുവിൻ്റെ രക്ഷാകര മനുഷ്യാവതാരം മനുഷ്യകുലത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്നു എന്ന പ്രയോഗം ദൈവിക നിയോഗം ഏറ്റെടുക്കുന്നതിനെയും ജീവിതത്തിൻ്റെ ദൗത്യ നിർവഹണ ഘട്ടത്തെയും സൂചിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്നത് ജോസഫിനുണ്ടായിരുന്ന ദൈവിക അനുസരണത്തെ വ്യക്തമാക്കുന്നതാണ്. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു, കാരണം അത് ദൈവഹിതമായിരുന്നു. മോശയുടെ നിയമത്തെയും സാംസ്കാരിക പശ്ചാത്തലത്തെയും സാമൂഹിക പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്ന തീരുമാനമാണ് മറിയത്തെ ജോസഫ് തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു എന്നത്. അവൻ അവളെ അറിഞ്ഞില്ല എന്ന പ്രയോഗം ജോസഫ് പിന്തുടർന്ന ബ്രഹ്മചര്യത്തെ സൂചിപ്പിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്ന് മാത്രമല്ല, മറിയത്തിൻ്റെ നിത്യകന്യകത്വത്തെയും യേശുവിന് മറ്റു സ്വന്തം സഹോദരന്മാരില്ല എന്നതിനെയും വ്യക്തമാക്കുന്നതാണ് അവൻ അവളെ അറിഞ്ഞില്ല എന്ന പ്രയോഗം. അറിയുക എന്നതിന് വൈവാഹിക ദാമ്പത്യ ബന്ധം അഥവാ ശാരീരിക ബന്ധം എന്ന അർത്ഥം കൂടി കൽപ്പിക്കുന്നുണ്ട്. പേരിടുക എന്ന പിതാവിൻ്റെ ദൗത്യ നിർവഹണത്തിലൂടെ ജോസഫ് യേശുവിൻ്റെ സംരക്ഷകനും വളർത്തുപിതാവുമായി. ജോസഫ് എന്ന ഹീബ്രു പദത്തിനർത്ഥം വർദ്ധിക്കുന്നവൻ എന്നാണ്. യേശുവിൻ്റെ വളർത്തുപിതാവായതിലൂടെ ജോസഫിൻ്റെ ഓർമ്മ ജനമനസ്സുകളിൽ എന്നും വർദ്ധിതമായി. പുത്രനെ പ്രസവിക്കുന്നതു വരെ എന്ന പ്രയോഗം യേശുവിൻ്റെ ജനനത്തിനു ശേഷം ജോസഫും മറിയവും സാധാരണ വൈവാഹിക ദാമ്പത്തിക ബന്ധം തുടർന്നു എന്നർത്ഥമാക്കുന്നില്ല. വരെ എന്നർത്ഥമാക്കുന്ന ഗ്രീക്ക് പദം ഹെയോസ്, മുൻകൂട്ടി നിശ്ചയിച്ച ഒരു കാലപരിധിയെ സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ ജനനത്തിൽ ജോസഫിന് പങ്കില്ല എന്ന് സുവിശേഷകൻ സ്ഥാപിക്കുന്നു. യേശു എന്ന നാമം മത്തായി സുവിശേഷകൻ 150 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. മർക്കോസ് സുവിശേഷകൻ 81 പ്രാവശ്യം യേശു എന്ന നാമം ഉപയോഗിക്കുന്നു. ലൂക്കാ സുവിശേഷകൻ 89 പ്രാവശ്യം യേശു എന്ന നാമം ഉപയോഗിക്കുന്നു. യോഹന്നാൻ സുവിശേഷകൻ 237 പ്രാവശ്യം യേശു എന്ന നാമം ഉപയോഗിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 68 പ്രാവശ്യം
യേശു എന്ന രക്ഷാകരനാമം ഉപയോഗിക്കുന്നുണ്ട്. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലാണ് യേശു എന്ന നാമം 1213 പ്രാവശ്യം ഉപയോഗിക്കുന്നത്. വിശുദ്ധ ബൈബിളിലെ മറ്റ് പുസ്തകങ്ങളിൽ 67 പ്രാവശ്യം യേശുനാമം ഉപയോഗിക്കുന്നതായി കാണാം. ക്രിസ്തുവിൻ്റെ മാനുഷികമായ അനന്യത വെളിപ്പെടുത്തുന്ന പേരാണ് യേശു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മാലാഖമാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായ നാമമാണ് യേശുനാമം എന്ന് സമർത്ഥിക്കുന്നു. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമമാണ് യേശു നാമം. സ്വർഗത്തിൻ്റെ ദൂതൻ ജോസഫിനോട് പറഞ്ഞു കൊടുക്കുന്ന പേരാണ് യേശു എന്ന നാമം. യേശുനാമത്തിൻ്റെ രക്ഷാകര ദൗത്യം വ്യക്തമാക്കുന്നതാണ് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന വിശദീകരണം. യേശു എന്ന നാമം മനുഷ്യകുലത്തിന് സാധ്യമായ രക്ഷയെ സൂചിപ്പിക്കുന്നു. ചരിത്രപുരുഷനായ യേശു തന്നെയാണ് രക്ഷകനായ ക്രിസ്തു അഥവാ മെശിഹ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.